ഇന്ന് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരാഗ്രഹം കൂടി ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. ഗുണ്ടൽപേട്ടിലേക്കൊരു യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് പുലർച്ചെ 4:30 തുടങ്ങിയ യാത്ര 6:30 ആയപ്പോൾ മൈസൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന വഴിക്ക് 2 വശത്തായിട്ട് നമുക്ക് കണ്ണെത്താ ദൂരത്ത് ഇഷ്ടം പോലെ പൂക്കളുടെ പാടങ്ങൾ കാണാം. അധികവും അവർ 20 രൂപയാണ് പാടത്തേക്ക് കയറാനുള്ള എൻട്രി ഫീ ആയിട്ട് വാങ്ങിക്കുന്നത്. അവിടെ അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നും ഇല്ല, നമുക്ക് എത്ര വേണേലും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രസ്സിൽ കറ വരാതെ സൂക്ഷിക്കണം. പിന്നെ ഗോപാലപുരം ടോൾ ഗേറ്റിനടുത്തായിട്ടേ ഒരു ഗ്രേപ്പ് ഫീൽഡ് ഉണ്ടായിരുന്നേ. അവിടെ എൻട്രി ഫീ വരുന്നത് 30 രൂപയാണ്. ഓണം കഴിഞ്ഞ് മാത്രമേ വിളവെടുപ്പ് നടത്തൂ. അതുകൊണ്ട് തന്നെ ഈ ടൈമിലൊക്കെ പോകുന്നവരാണെങ്കിലേ ഗ്രേപ്സ് വാങ്ങിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ ടോളും കഴിഞ്ഞ് മുന്നോട്ട് പോയാലേ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കാണാം. അതാണ് ശരിക്കും ഹെവൻ ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റിയ സ്ഥലം. അവിടെ കണ്ണെത്താ ദൂരത്തെ അത്രയും ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ നമുക്ക് പൂക്കൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പോയതേ ഹിമവത് സ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നേ. ആക്ച്വലി ഗൂഗിൾ മാപ്പ് നമ്മളെ ഒരു ഇടുങ്ങിയ നാട്ടുവഴിയിലൂടെ ആയിരുന്നു കൊണ്ടുപോയത്. ആദ്യമൊക്കെ വിചാരിച്ചു പെട്ട അവസ്ഥയായിരുന്നു എന്ന്. പിന്നീടാണ് മനസ്സിലായത് ആ യാത്രയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിലേ ആ ഒരു വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യണമെന്ന്. ആൻഡ് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 60 രൂപയുടെ പാർക്കിംഗ് ചാർജും വാങ്ങിച്ച് 1 മണിക്കൂർ ക്യൂ നിന്ന് 70 രൂപയുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും എടുത്ത് അവരുടെ കർണാടക സ്റ്റേറ്റ് ബസ്സിലാണ് നമ്മളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുറച്ചധികം വെയിറ്റ് ചെയ്താലും അമ്പലത്തിന് മുകളിലേക്ക് എത്തിയപ്പോഴേ ആ വ്യൂ എന്ന് പറയുന്നത് ശരിക്കും വേർത്താണേ. ചുറ്റും പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ ഒരു തണുത്ത ഫ്രഷ് എയറും. ഉച്ച സമയത്തൊക്കെ പോകുന്നവരാണെങ്കിലേ അവിടെ ഫുഡും അവൈലബിൾ ആണ്. അങ്ങനെ വൈകുന്നേരം 4 മണിക്ക് ഗുണ്ടൽപേട്ടിനോട് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് നമ്മൾ ബാംഗ്ലൂരേക്ക് 8 മണിയാകുമ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു.